നേപ്പാളിൽ ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇട്ടത്. ഞാൻ ലുംബിനിയിൽ നിന്ന് പൊക്കറയിലേക്ക് പോവാണ്. ലുംബിനിയിൽ നിന്ന് 200 കിലോമീറ്റർ ഉണ്ടായിരുന്നു പൊക്കറയിലേക്ക്. അത് ഹിച്ചൈക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടത് നല്ല ക്ഷമയും അതുപോലെ തന്നെ ഒരു മടിയും കൂടാതെ ലിഫ്റ്റ് ചോദിക്കാനുള്ള ഒരു മനസ്സുമാണ് കേട്ടോ. ഇത് ഞാൻ ഈ ഹിച്ചൈക്കിന്ന് പഠിച്ചൊരു പാടാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല, വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ടാണ് എനിക്കൊരു ബൈക്ക് കിട്ടിയത്. ആ ബൈക്കാണെങ്കിൽ ജസ്റ്റ് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബൈക്ക് ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാറ് ലിഫ്റ്റ് കിട്ടി. ആ കാറുകാരൻ എന്നോട് പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് ഇവിടെ യാത്ര ചെയ്യുന്ന അത്ര സേഫ് അല്ല, എൻ്റെ സാധനങ്ങളൊക്കെ ആൾക്കാർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അപ്പം ഞാൻ എത്തുന്നവരെ എത്തിയിട്ട് അവിടെ നിന്ന് എന്നെ ബസ് കയറ്റി വിടാറുണ്ട്. അങ്ങനെ മൂപ്പര് കൂടെ ഞാനൊരു 5-6 കിലോമീറ്റർ പോയതിനു ശേഷം മൂപ്പര് നിർത്തി ബസ് എനിക്ക് കയറ്റി തന്നിട്ടോ. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ബസ് കയറൂലെന്ന് വിചാരിച്ച് ഞാൻ ഒരു 10 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തു. ബസ് ഇറങ്ങിയത് നമ്മുടെ ബുദ്ധ ചൗക്കിലാണ്. ബുദ്ധ ചൗക്കിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആട്ടിൻകുട്ടികളൊക്കെ എടുക്കുന്നു കേട്ടോ. എന്നിട്ട് വേറൊരു ബസ്സിൽ തള്ളി കയറ്റുന്നു. അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ, ആടിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ബസ് ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. ജസ്റ്റ് 100 മീറ്റർ നടന്നപ്പോൾ സിദ്ധാർത്ഥ് ഹൈവേൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ. ഏകദേശം ഇപ്പം ഞാൻ 20 കിലോമീറ്റർ കവറായി, ഇനിയുണ്ട് 150 കിലോമീറ്റർ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.